4 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന +2 കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി, PG, ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ട്യൂഷൻ ഫോർ +2, BCom, BSc, മികച്ച പരിശീലനം, ഉന്നത വിജയശതമാനം. ദീപ കോളേജ്, തോപ്പുംപടി, എറണാകുളം, കാലടി, ചേർത്തല. ആശാപ്രവർത്തകർക്ക് ഓണറേറിയം. മരട് നഗരസഭാ കൗൺസിൽ അംഗീകാരം. പ്രതിമാസം 3000 രൂപ നൽകാൻ തീരുമാനിച്ചു. മരട് നഗരസഭ വാർഷിക ബഡ്ജറ്റിൽ ആശാവർക്കർമാർക്ക് അധിക വിഹിതമായി പ്രതിമാസം 2000 രൂപ വീതം പ്രഖ്യാപിച്ചിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിക്കുന്നതിന് സർക്കാർ അനുമതി ആവശ്യമാണ്. ഈ അനുമതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ ഡയറക്ടർക്കും കോർഡിനേഷൻ കമ്മിറ്റിക്കും DPCക്കും കത്തയച്ചിരുന്നു. ഈ കത്തിന് മറുപടി അടിസ്ഥാനത്തിൽ ബജറ്റ് അംഗീകാരത്തിനോടൊപ്പം സർക്കാർ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൗൺസിൽ തീരുമാനം കൂടി ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കൗൺസിൽ തീരുമാനം നൽകുന്നതിനായി മരട് നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. യോഗത്തിൽ ഐക്യകണ്ഠേന വിഷയം പാസാക്കി. കൂടാതെ 2000 രൂപയിൽ നിന്ന് തുക 3000 രൂപ വീതം പ്രതിമാസം നൽകുവാനും കൗൺസിൽ തീരുമാനമായി. താല്പര്യം നമ്മുടെ കൗൺസിലർമാരുടെ ഉണ്ട്. അപ്പോൾ അത് ആർക്കാണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ നമുക്ക് അതുകൂടെ ചേർത്ത് നമുക്ക് 3000 ആക്കി അതുപോലെ തന്നെ കോർഡിനേഷൻ കമ്മിറ്റിക്കും നമുക്ക് കത്ത് കൗൺസിൽ തീരുമാനമായി കൊടുക്കുന്നതായിരിക്കും. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. 3000 5000 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് യോജിപ്പാണ്. ആശാവർക്കറും 1ാം ഡിവിഷൻ കൗൺസിലറുമായ ശാലിനി അനിൽരാജ് കൗൺസിലിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഐക്യകണ്ഠേന ഈ വിഷയം പാസ്സായതെന്ന് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ പറഞ്ഞു. തുടർ നടപടികൾക്കായി തീരുമാനം സർക്കാരിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, മരട്.